ഏവർക്കും സ്നേഹവന്ദനം. ജൂൺ 13 ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇറാൻ അതിൻ്റെ ചരിത്രത്തിൽ നേരിട്ട ഏറ്റവും കഠിനവും തന്ത്രപരവുമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. 2 ദിവസത്തിനുള്ളിൽ നടന്ന ആക്രമണത്തിൽ ഷിയ ഭൂരിപക്ഷ രാഷ്ട്രത്തിന് ഏകദേശം 15 മുതിർന്ന സ്റ്റേറ്റ് കമാൻഡർമാരെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. ജൂൺ 13 നടന്ന ആക്രമണം ജൂതരാഷ്ട്രത്തിൻ്റെ പെട്ടെന്നുള്ള ആക്രമണമായി ലോകത്തിന് തോന്നി. എന്നാൽ മുഴുവൻ ചരിത്രവും പുറത്തു വരുന്നതായിട്ടുള്ള ഈ സമയത്ത് വർഷങ്ങളായി ഇറാനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഫ്രഞ്ച് സ്ത്രീയുടെ അസാമാന്യ പങ്ക് ഇറാന് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. അവരുടെ പേര് കാതറിൻ പെരേഷ് ഷഗ്ദം എന്നാണ്. ഒരു ദൗത്യം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശീലനം നേടുകയും ദൗത്യ പൂർത്തീകരണത്തിനായി തയ്യാറാവുകയും അതിനുവേണ്ടി മാത്രം കല്യാണം കഴിക്കുകയും ചെയ്ത ഒരു സ്ത്രീ. അവർ ഇറാനിലേക്ക് നുഴഞ്ഞു കയറി ഉന്നത കമാൻഡർമാരുടെ വിശ്വാസം നേടി രാജ്യത്തിൻ്റെ പരമോന്നത നേതൃത്വത്തിൻ്റെ പ്രിയങ്കരിയായി അതിനു വേണ്ടുന്ന മുഴുവൻ പദ്ധതിയും 7 വർഷമായി അവർ തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെ ഇസ്രായേലി മൊസാദിൻ്റെ കറുത്ത മകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാതറിൻ പെരേഷ ഷഗ്ദം ഇറാന്റെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി സമീപകാല ചരിത്രത്തിലെ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തിന് ഏറ്റവും വിനാശകരമായ പ്രഹരങ്ങൾ നൽകുവാൻ സഹായിച്ച ബുദ്ധിമതിയായ സ്ത്രീയായി ലോകമെമ്പാടും വാർത്തകളിൽ അവരെ ഇടം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ കാതറിൻ എങ്ങനെയാണ് ഇറാനിൽ പ്രവേശിച്ചത് എന്നുള്ള നമ്മൾ അറിയണം. ആരാണ് ഈ കാതറിൻ പെരേഷ ഷഗ്ദം? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാതറിൻ പെരേഷ ഷഗ്ദം ജനിച്ചത്. അവർ ബുദ്ധിമതിയും നിർഭയവുമായ ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകയും നിരീക്ഷക വിദഗ്ധയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീർഘകാല ദൗത്യം നിർവഹിക്കുന്നതിനായി ഏകദേശം 1 പതിറ്റാണ്ട് മുമ്പ് ഇസ്രായേൽ അവരെ പരിശീലനം നൽകിയതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം പുറത്തുവിടുന്നു. സൈക്കോളജിയിലും പത്രപ്രവർത്തനത്തിലും മാസ്റ്റർ ഡിഗ്രികൾ എടുത്ത കാതറിൻ ചാരപ്രവൃത്തിയുടെ കരകൗശലത്തിൽ പ്രാവീണ്യം നേടുന്നതിനായിട്ട്, അഥവാ എങ്ങനെ അധികാരികളുമായി ഇണങ്ങാം, അവരെ എങ്ങനെ വിശ്വാസത്തിലെടുക്കാം, എങ്ങനെ അധികാരികളെ തൻ്റെ കൈക്കുള്ളിലാക്കി രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാം എന്നിവ പഠിക്കുന്നതിനായി കാതറിൻ വർഷങ്ങളുടെ പരിശീലനം നേടുവാൻ ഇടയായി. കാതറിൻ ഇറാന്റെ ഭരണകൂടത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അതിൻ്റെ ഉന്നത നേതൃത്വത്തിൽ വിശ്വസ്തയായ ഒരു വ്യക്തിയാകുകയും ചെയ്യുക എന്നായിരുന്നു ആ കാതറിൻ്റെ ആദ്യ ദൗത്യം. നമുക്കറിയാവുന്ന പോലെ മുസ്ലിം സമൂഹവുമായിട്ട് യോജിപ്പിക്കാനുള്ള കാതറിൻ്റെ പദ്ധതിയുടെ ആദ്യ കാര്യമെന്ന് പറയുന്നത് അവർ ലണ്ടൻ സർവകലാശാലയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു സുന്നി മുസ്ലിം, അദ്ദേഹം യമനിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ യമൻ വ്യക്തിയുമായിട്ട് കാതറിൻ വിവാഹം കഴിച്ചു. എന്നാൽ അധികാലം ആ വിവാഹം നിലനിന്നില്ല. 2014 ആ വിവാഹമോചനത്തിൽ കൊണ്ടെത്തിച്ചു. 2017 സർക്കാർ നിയന്ത്രണത്തിലുള്ള റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനായ RTയിൽ പത്രപ്രവർത്തകയായിട്ട് അവരെ ജോലി ചെയ്യുന്നതിനിടെ മുതിർന്ന ഇറാനിയൻ നേതാക്കളെ കാണുവാനായിട്ട് കാതറിന് അവസരങ്ങൾ ലഭിച്ചു. അവിടെ നിന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, 2024 വിമാനാപകടത്തിൽ മരിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി, മുൻ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ സുലൈമാനി എന്നിവരുമായിട്ട് അവർ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. ഉന്നത ഭരണകൂട വിശ്വസ്തരുടെ വിശ്വാസം നേടിക്കൊണ്ട് അവർ ഉന്നത വൃത്തങ്ങളിലേക്ക് നുഴഞ്ഞു കയറി. അതിനായിട്ട് പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുത്വ അഥവാ താൽക്കാലിക കല്യാണങ്ങൾക്ക് പോലും പല പ്രമുഖരുമായിട്ട് കാതറിൻ തയ്യാറായി എന്നുള്ളതാണ്. ഈ താൽക്കാലിക കല്യാണം എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. എൻ്റെ ഒരു മുൻപിലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് കേൾക്കാം. ഇറാൻ മുസ്ലിം സമൂഹത്തിൻ്റെ മധ്യത്തിലുള്ള സാധാരണ ഇപ്പോഴും അവരെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കല്യാണ രീതിയാണ്. 1 2 ദിവസത്തേക്കോ ആഴ്ചത്തേക്കോ മണിക്കൂറുകളിലേക്കോ ഒക്കെ നടത്തുന്ന ഒരു കല്യാണമാണ്. അതിനൊരു മുല്ലാക്ക ഉണ്ടായിരിക്കും. ആ മുല്ലാക്കയുടെ മുമ്പാകെ അവർ പോയി കല്യാണത്തിന് തയ്യാറാണെന്ന് പറയുക. നമ്മുടെ നാട്ടിൽ അതിനെ വിളിക്കുന്നത് കല്യാണമെന്നല്ല, വ്യഭിചാരമെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനത്തിൽ അവിടെ സാധാരണമാണ്. അപ്പോൾ ഈ കാതറിനാകട്ടെ മുത്തുവ കല്യാണത്തിന് പോലും തയ്യാറായിരുന്നെന്ന് ഇപ്പോൾ അടുത്ത് വന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് നേരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഇവരെ സംബന്ധിച്ച് മാന്യയും നല്ല സംസാരശേഷിയുമുള്ള ഈ പത്രപ്രവർത്തകയായ കാതറിൻ പെരേഷ മൊസാദിൻ്റെ മികച്ച ചാരവൃത്തിക്കാരിയായിരുന്നു എന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അന്ന് ഊഹിച്ചിട്ടുള്ളൂ. ആയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടി അവർ ലേഖനങ്ങളും വാർത്തകളും പോലും എഴുതിയിരുന്നതായിട്ട് ചില ഇറാനിയൻ സോഴ്സുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഖമേനിയുടെ വെബ്സൈറ്റിലുള്ള അവരുടെ ബന്ധം കാണിക്കുന്ന എല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന്
നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഖാദറിൻ്റെ പ്രവൃത്തികളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും ഇറാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അതേ അളവിൽ തന്നെ അവരുടെ ഭൂതകാലം ഇറാനെ വളരെയധികം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമനിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ കൺസൾട്ടന്റ് ആയിട്ട് ഖാദറിൻ ജോലി ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അപ്പം ഇത് അവർക്ക് ശക്തമായ ഒരു പ്രസക്തി, ഒരു വലിയ ഒരു ഫേമസ് ആയിട്ട് അവരെ, പോപ്പുലറായിട്ട് അവരെ ഇറാനിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. ഇറാനിലെ ഷിയ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എഴുതിക്കൊണ്ടിരുന്നത്. അതിനകത്ത് തീവ്രവാദം, സെമിറ്റിക് വിരുദ്ധത, ഇസ്ലാമിക തീവ്രവാദം എന്നിവയായിരുന്നു അവർ പതിവായി എഴുതിയ മറ്റ് വിഷയങ്ങളൊക്കെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം മാനിക്കപ്പെട്ടു, പ്രശംസിക്കപ്പെട്ടു, പലരും അവരെ ഓണർ ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ ആദരണീയമായ പൊതുപ്രതിച്ഛായയ്ക്ക് പിന്നിൽ ഇറാനിലെ മൊസാദിൻ്റെ ഏറ്റവും അപകടകരമായ ദൗത്യങ്ങളിലൊന്ന് അവർ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഇറാൻ മനസ്സിലാക്കുന്നത്. ഇറാനിൽ നിന്ന് ഷിയ ഇസ്ലാം സ്വീകരിക്കാൻ തക്കവണ്ണം അവർ സന്നദ്ധയായതിനെ കുറിച്ചും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഷിയ ഇസ്ലാമുമായി സമന്വയിപ്പിക്കാൻ നേരത്തെ അവർ വിവാഹം കഴിച്ചത് ഒരു യമൻകാരനായിരുന്ന സുന്നി ചെറുപ്പക്കാരനെയാണ്. അപ്പോൾ അവർക്ക് ഷിയാക്കളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം, ഷിയാക്കളെ അറിയണം, ആ ഷിയ മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലേക്ക് അവർ വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 2017 ഇറാനിലേക്ക് ആ ഉദ്ദേശത്തോടുകൂടി അവർ വന്നു. ഉന്നത നേതാക്കളുമായുള്ള അവരുടെ ബന്ധം ഇറാനിലേക്ക് കുടിയേറാനായിട്ട് അവരെ സഹായിച്ചു. അവിടെ അവർ ഷിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുവാൻ തക്കവണ്ണം തുടങ്ങി. ഇറാൻ ഔദ്യോഗികമായി ഷിയ മുസ്ലിം രാജ്യമാണെന്നുള്ള നമുക്കറിയാം. ജനസംഖ്യയുടെ ഏകദേശം 90 മുതൽ 95% പേരും ഷിയ ഇസ്ലാമിൻ്റെ ശാഖയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അവരുടെ ബ്ലോഗുകളും കഥകളും ആയത്തുള്ള അലി ഖുമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഇറാൻ വെബ്സൈറ്റിലും ഒക്കെ ഈ ഖാദറിൻ ഒരുപാട് കാര്യങ്ങൾ എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത് അവർ ആ ഷിയ ഇസ്ലാം കൂടെ സ്വീകരിച്ചു. അവർ ഇസ്ലാമായിട്ടാണ് അവിടെ രംഗപ്രവേശനം ചെയ്തത്. അപ്പം ഇസ്ലാം സെക്ടേറിയനത്തിലേക്ക് അവർ വന്നു എന്ന് ഖാദറിൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം ഖാദറിൻ ശക്തം എന്ന് പറയുന്ന ഈ ബുദ്ധിമതിയും ഉന്നത പരിശീലനം നേടിയവളുമായിരുന്നതിനാൽ ഇറാനിൽ പ്രവേശിച്ചതിന് ശേഷം അവർ ആദ്യം ചെയ്തത് പരസ്യമായി താൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നുള്ള വലിയ വാർത്ത ലോകത്തിലൊക്കെ വിടുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില ഇസ്ലാമിക പത്രങ്ങളിലും ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഖാദറിൻ പെരേസ എന്ന യഹൂദ സ്ത്രീയുടെ ഇസ്ലാമിക പ്രവേശനം ഭയങ്കരമൊരു ആഘോഷമാക്കി മാറ്റിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഇസ്ലാമിക വാട്സാപ്പ് ഗ്രൂപ്പുകളും മറ്റും എല്ലാവരും ഉണ്ട്, എല്ലാ മതക്കാരുമുള്ള സൗഹാർദ്ദമുള്ള. അപ്പോൾ അതിനകത്തൊക്കെ നമ്മളെ കൂടുതലായിട്ട് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ചെറുപ്പക്കാർ ആഗ്രഹത്തോടുകൂടെ ഈ ഖാദറിൻ പെരേസയുടെ ഇസ്ലാം പ്രവേശനത്തെക്കുറിച്ച് വാചാലമായിട്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അവരെ എഴുതുകയും അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും എന്നിട്ട് ഒരു അടിക്കുറിപ്പിനകത്ത് വന്ന് എങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞ് എഴുതി. അപ്പം ഞാൻ അതിനൊരു മറുപടി അന്ന് തന്നെ ഇട്ടിരുന്നത് ഓർക്കുകയാണ്, അധികം പുളയേണ്ട, പണി വരുന്നുണ്ട് എന്ന്. അത് ശരിക്കും ശരിയായി തീരുകയും ചെയ്തു, അച്ചട്ടായി തീർന്നു. കാരണം എനിക്കറിയാം, ഇന്നോളമുള്ള യൂത ചരിത്രത്തിൽ ആരെങ്കിലും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, യഹൂദന്മാർ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇസ്ലാമിനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പണി കിട്ടിയത് തന്നെ നബി റസൂലിനാണെന്നുള്ളത് ആർക്കറിയാത്ത യഹൂദ സ്ത്രീയാണ് നബിക്കിട്ട് ആദ്യത്തെ പണി കൊടുത്തത്, വിഷം കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പം അതുകൊണ്ടാണ് സൂറ 5:51 വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നത്, നിങ്ങൾ യൂതികളായും ക്രിസ്ത്യാനികളുമായിട്ട് എന്ത് ചെയ്യരുത്, സഖിത്വം പാടില്ല, നിങ്ങളെ മിത്രങ്ങളായി അവരെ സ്വീകരിക്കരുത് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഇറാനിലെ മുസ്ലിംസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വിനാശകരമായ ഒരു കാര്യം. ഖാദറിൻ പെരേസ ഇസ്ലാമിൽ യഥാർത്ഥ താല്പര്യമുള്ളവളും ഗൗരവമുള്ളവളും അർപ്പണബോധമുള്ളവളുമായ ഒരു വ്യക്തിയെപ്പോലെ പെരുമാറാനായിട്ട് തുടങ്ങി. അവളുടെ താല്പര്യം യഥാർത്ഥമായി പലരും ചിന്തിക്കാൻ തുടങ്ങി. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഖൊമേനി.ir വേണ്ടി അവർ ബ്ലോഗുകൾ എഴുതാൻ പോലും തയ്യാറായി. എന്നാൽ മതവിശ്വാസിയും
ബുദ്ധിമതിയുമായ ഈ പ്രതിച്ഛായയ്ക്ക് പിന്നിൽ അവൾക്ക് ഒരു രഹസ്യ ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു അജണ്ട ഉണ്ടായിരുന്നു. അവൾ ശക്തമായ ഗ്രൂപ്പുകളിൽ പ്രവേശിക്കുകയും സർക്കാരുമായി അടുപ്പമുള്ള പ്രധാന ആളുകളുടെ വിശ്വാസം നേടുകയും ചെയ്തു. അവളുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ ആകർഷണീയതയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിലെ ഉന്നത സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ട് കാതറിൻ സൗഹാർദ്ദത്തിലായി. പതുക്കെ അവർ അവരുടെ വീടുകളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും പ്രവേശിച്ചു. സൗഹൃദ സന്ദർഭങ്ങളിലൂടെയും സ്വകാര്യ സംഭാഷണങ്ങളിലൂടെയും രഹസ്യ കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവൾക്ക് പ്രവേശനം ലഭിച്ചു. എല്ലാവരും ഖാദറിനെ കുറിച്ച് ചിന്തിച്ചത് അവൾ തങ്ങളിൽപ്പെട്ട ഒരാളാകുന്നു എന്നാണ്. ഇറാനികൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചത്. ഈവൻ ആയത്തുള്ള അലി ഖൊമേനി പോലും അങ്ങനെ ചിന്തിച്ചു. ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർ ഖൊമേനിയുടെ തന്നെ എഴുത്തുകാരിയായി ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലുമായുള്ള അവരുടെ ബന്ധം പുറത്തു വന്നതോടെയാണ് khomeini.ir എന്ന് പറയുന്ന ആയത്തുള്ള ഖൊമേനിയുടെ വെബ്സൈറ്റിൽ അവരുടെ ലേഖനങ്ങളൊക്കെ എടുത്തു കളഞ്ഞത്. മാത്രമല്ല അവരുടെ എല്ലാ ബ്ലോഗുകളും അതോടുകൂടെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അവരുടെ ബ്ലോഗുകളിൽ ഒന്നായിരുന്ന ഓഫ് കൾട്സ് ആൻഡ് കോസസ്, ദി ന്യൂ ഐഡിയോളജിക്കൽ പൊസഷൻ ഇൻ അവർ മിഡ്സ് എന്നുള്ള ഖൊമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും അത് പങ്കിട്ടിരുന്നു. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സൂറ 5:51 വളരെ പ്രായോഗികമാകുന്നത്. ഇപ്പൊ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആയത്ത് കണ്ടോ, എത്ര പ്രായോഗികമാണല്ലേ. ഇസ്രായേലികളെ നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചതിന്റെ ഫലമാണിപ്പോൾ ഖൊമേനിക്കും ഇറാനിനും പണി കിട്ടിയത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇസ്രായേൽ ഈ പറഞ്ഞ വാർത്തകളെല്ലാം തന്നെ ലോകത്തിൽ മുഴുവനും വലിയ ഒരു ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ഖാദറിൻ എന്ന് പറയുന്ന വ്യക്തി അവര് മൊസാദിന്റെ മാസ്റ്റർ ചാരനാണ്. ഖാദറിൻ പെരേസ ഷഗ്ദം ഇറാനിലെ ഉന്നതരിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല ഖൊമേനിയുടെ അടുത്ത സുഹൃത്തുക്കൾ മുതൽ ഇസ്രായേലിന്റെ കൊലയാളികളുടെ പട്ടിക വരെ മൊസാദിന്റെ ഏറ്റവും ധീരയായ ചാര എന്ന നിലയിൽ ഖാദറിൻ പെരേസ് ഷഗ്ദാമിദിന്റെ ഇരട്ട ജീവിതം ഇറാനെ അപമാനിക്കുകയും രഹസ്യാന്വേഷണ ലോകത്തെ സമീപകാലത്തെ ഏറ്റവും ധീരയായ ഓപ്പറേഷനുകളിൽ ഒന്നിലൂടെ അമ്പരിപ്പിക്കുകയും ചെയ്തുവെന്ന് ഇന്ന് ലോകം അവരെക്കുറിച്ച് വിലയിരുത്തുകയാണ്. ഇപ്പം ലോകത്തിലെ ഏറ്റവും ധീരയായ വനിത ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം വട്ടം ആലോചിക്കാതെ ഇപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി അത് മറ്റാരുമല്ല ഖാദറിൻ പെരേസ ആണ് എന്ന്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ചാരവൃത്തിയുടെ ഒരു സെൻസേഷണൽ കഥ ആഗോളതലത്തിൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ അവര് ജൂത വംശജയാണ്, പക്ഷെ അവര് ഫ്രാൻസിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടുത്തെ പ്രവർത്തക ഖാദറിന് പെരസ് ഷഗ്ദം ഇറാന്റെ ഉന്നത തലങ്ങളിലേക്ക് മൊസാദ് ഏജൻസായി നുഴഞ്ഞു കയറിയതായും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുരക്ഷാ സംവിധാനത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ഒരു രഹസ്യ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. 2025 ജൂൺ 26 ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഉൾപ്പെടെ നിരവധി സ്രോതസ്സുകൾ പ്രകാരം പെരസ് ഷഗ്ദാമിന്റെ ധീരമായ ദൗത്യത്തിൽ വർഷങ്ങളോളം വഞ്ചന ഉണ്ടായിരുന്നു. ഷിയ മുസ്ലിം എന്ന നിലയിൽ മതം മാറിയ അവരുടെ വ്യക്തിത്വം ഉപയോഗപ്പെടുത്തി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഉൾപ്പെടെയുള്ള ഇറാന്റെ രാഷ്ട്രീയ സൈനിക മത ഉന്നതരിലേക്ക് അത്ഭുതപൂർവമായ പ്രവേശനം അവർ നേടിയെടുത്തു. അത്ഭുതകരമായ പ്രവേശനം കൊണ്ട് അവരുടെ ആരോപണ വിധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇറാനിൽ രാജ്യവ്യാപകമായ ഒരു വേട്ടയാടലിന് ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. അവരുമായി സഹകരിച്ചു എന്ന് സംശയിക്കുന്ന 3 പേരെ ഇറാൻ ഈ അടുത്ത സമയത്ത് വധിക്കുകയുണ്ടായത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ. കൂടാതെ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഇതുപോലെ ഏതെങ്കിലും ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സർക്കാരിന് നൽകണമെന്ന്. അപ്പോൾ ഒരു പാശ്ചാത്യ പത്രപ്രവർത്തകരുടെ വേഷത്തിൽ പെരസ് ഷഗ്ദം ടെഹ്റാൻ ടൈംസ്, മഷ്റഖൻ ന്യൂസ്, തസ്നീം ന്യൂസ്, മെഹർ ന്യൂസ്, ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ khomeini.ir എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഇറാനിയൻ മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതി. ഇസ്ലാമിക വിപ്ലവത്തെ പലപ്പോഴും പ്രശംസിക്കുകയും പാശ്ചാത്യ നയങ്ങളെ വിമർശിക്കുകയും ചെയ്തിരുന്ന അവരുടെ ലേഖനങ്ങൾ ഇറാനിലെ ഉന്നതർക്കിടയിൽ അവരുടെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് ഇടയാക്കി തീർത്തു. 2017 റഷ്യ ടുഡേക്കായി അവർ അഭിമുഖ്യം നടത്തിയ അന്നത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇബ്രാഹിം റൈസി ഇറാഖിലെ കർബയിൽ
IRGCയുടെ ഖുദ്സ് ഫോഴ്സിന്റെ മുൻ തലവൻ ജനറൽ ഖാസിം സുലൈമാനി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത വ്യക്തികളുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിർണായകമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിച്ചതായി ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും സ്വകാര്യ വീടുകൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് സ്ഥലങ്ങളിലേക്ക് അവർക്ക് പ്രവേശനം വ്യാപിപ്പിക്കാനിടയായിത്തീർന്നു. ഇറാനിലെ വിപ്ലവ വൃത്തങ്ങളുമായിട്ട് ഇഴുകിച്ചേരാനുള്ള പെരഷ് ഷഖ്ദാമിൻ്റെ ആകർഷണീയതയുള്ള ഒഴുക്കോടെയുള്ള ഇടപെടലൊക്കെ ഉദ്യോഗസ്ഥരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും പണ്ഡിതരുടെയും ഭാര്യമാരായിട്ടുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അവരെ അനുവദിച്ചുവെന്ന് റിപ്പോർട്ടുകളിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ നീക്കങ്ങൾ, താമസ സ്ഥലങ്ങൾ, അവരുടെ ഷെഡ്യൂളുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അവർക്ക് നൽകിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അവ ഈ ഖാദിറിൻ മൊസാദിന് കൈമാറിയതായിട്ടും ആരോപിക്കപ്പെടുന്നു. അപ്പം സെൻസിറ്റീവ് സ്ഥലങ്ങളുടെ ഫോട്ടോകൾ എടുക്കുന്നതും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതും അവരുടെ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഇത് ഇറാനിയൻ ലക്ഷ്യങ്ങളിൽ കൃത്യമായ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് സഹായമായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇറാന്റെ സുരക്ഷയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയായി. ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് 2025 ജൂണിലെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ വളരെ കൃത്യമായ ആക്രമണങ്ങൾ സാധ്യമാക്കുന്നതിൽ പെരഷ് ഷഖ്ദാമിൻ്റെ ഇൻ്റലിജൻസ് നിർണായകമായ പങ്ക് വഹിച്ചതായിട്ട് ഓർഗനൈസറിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വിവരങ്ങളുടെ പിന്തുണയോടെ മൊസാദ് ഏജന്റുമാർ കൃത്യതയുള്ള ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോയി വ്യോമ പ്രതിരോധവും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും ലക്ഷ്യമിട്ട് ടെഹ്റാനിൽ ഒരു ഡ്രോൺ താവളം സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രവർത്തനങ്ങൾ ഇറാന്റെ പ്രത്യാക്രമണം നടത്താനുള്ള കഴിവിനെ തളർത്തി. സായുധ സേനാ മേധാവി, IRGC ചീഫ് ഓഫ് സ്റ്റാഫ്, IRGCയുടെ മിസൈൽ എൻഫോഴ്സേഴ്സ് ഡിവിഷനുകളുടെ തലവൻ തുടങ്ങിയ പ്രധാന വ്യക്തികൾ ഈ ആക്രമണങ്ങളിലൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ പെരഷ് ഷഖ്ദാമിൻ്റെ പങ്ക് കണ്ടെത്തുവാൻ അവർക്കിടയായി. അവരുടെ ഐഡന്റിറ്റി സ്വീകരിച്ചപ്പോഴേക്കും പുള്ളിക്കാരി അപ്രത്യക്ഷയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 10 പിന്നീട് ഖാദിറിൻ പെരേസെ ഇറാനിൽ ആരും കണ്ടിട്ടില്ല. ഇത് രാജ്യവ്യാപകമായി വേട്ടയാടാനായിട്ട് കാരണമായിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ച്. ഇപ്പോൾ ഇറാനിയൻ നഗരങ്ങളിൽ ഇവരുടെ പോസ്റ്ററുകൾ ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ധാരാളമായിട്ട്. കൂടാതെ അവരെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന 3 പുരുഷന്മാരെ അധികൃതരെ വധിച്ചു. അതിലൊരാൾ മൊസാദിന് തന്ത്രപരമായ വിവരങ്ങൾ കൈമാറിയെന്ന് ആരോപിച്ച് തൂക്കിലേറ്റപ്പെട്ട എസ്മായിൽ ഫെക്രി എന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന ഭ്രാന്തമായിട്ടുള്ള അവരുടെ കൂട്ട അറസ്റ്റുകളിലേക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. അഭയാർത്ഥികൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ഡസൻ കണക്കിന് ആളുകളെ ചാരപ്രവൃത്തി ആരോപിച്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിയോജിപ്പുള്ള എല്ലാവരെയും വ്യാജമായ നടപടികൾ അവരുടെ മേൽ ആരോപിച്ചിട്ട് അവരെ മനുഷ്യാവകാശ ദംശനം നടത്തുന്നു എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇറാനിൽ തന്നെയും ലോകത്തിലും ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു വിവാദ വ്യക്തിയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും പെരേഷ് ഷഖ്ദാമിൻ്റെ കഥ വിവാദങ്ങൾക്ക് അതീതമല്ല. 2022 ദി ടൈംസ് ഓഫ് ഇസ്രായേലിന് നൽകിയ അഭിമുഖത്തിൽ അവർ മൊസാദ് ചാരയാണെന്ന് നിഷേധിക്കപ്പെട്ടു. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഞാനല്ല, അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു. ആരോപണങ്ങൾ തൻ്റെ ജൂത പാരമ്പര്യത്തോടുള്ള പ്രതികരണമായും ഇറാൻ്റെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്മാറിയതിനോടുള്ള പ്രതികരണമായും ഒക്കെ അവർ തള്ളിപ്പറഞ്ഞു. പക്ഷേ അവരെത്ര തള്ളിപ്പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരു ജൂത മത സ്ത്രീ ആയിരുന്നത് കൊണ്ട് ഈ ഇറാനെ എന്നേക്കുമായിട്ട് തറ പറ്റിക്കണമെന്നുള്ള അവരുടെ ശ്രമവും അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളും ഇസ്രായേൽ അവരെ അതിനുവേണ്ടി ഉപയോഗിച്ചതും ഇറാന് ഒരു വലിയ വിപത്തായി തീർന്നു. ഒരിക്കലൂടെ ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് പറയുകയാണ്, സൂറ 5:51 പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. അത് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജൂതന്മാരെ വിശ്വസിക്കാൻ കഴിയുകയില്ല. ജൂതന്മാർ ഒരിക്കലും ഇസ്ലാമിലേക്ക് വന്നാൽ അത് സത്യസന്ധമായിട്ടായിരിക്കില്ല വരുന്നത്, മറിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ജൂതന്മാരുടെ മതപരിവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ അധികമൊന്നും ഇവിടെ ആഘോഷിക്കാൻ നിൽക്കണ്ട. ആ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാൻ വരുന്നതേ ഉള്ളൂ. ഇതിൽ നിന്നൊരു പാഠം എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ. ഒരു യഹൂദിയ സ്ത്രീയോ പുരുഷനോ ഇസ്ലാം ആയി എന്നുള്ളത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ നാശത്തിലേക്കായിരിക്കും. കാരണം അവർക്കൊരിക്കലും ജൂതമതം വിട്ടുപോരാൻ കഴിയുകയില്ല. അവർ വിശ്വസിക്കുന്ന ദൈവം സത്യവാനായ ദൈവമാണെന്നും ഇസ്ലാമിൻ്റെ ദൈവം സത്യമല്ല എന്നുള്ളതും അവർക്ക് നന്നായിട്ടറിയാം. അവർ മതപരിവർത്തനം നടത്തുന്നു എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ എവിടെ വെച്ച് കുരുക്കാൻ കഴിയുമെന്നുള്ളത് ആരോപിക്കാൻ വേണ്ടിയിട്ടാകുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് നാം ഇനിയും കണ്ടുമുട്ടും വരെയും നിങ്ങൾ ദയവുണ്ടായിട്ട് ഇത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. അതുവരെ നന്ദി, നമസ്കാരം.